ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. സിക്സ് ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് കപ്സ്, King of Pentacles, Ace of Cups, Page of Swords, Temperance, Queen of Wands, Death, Empress, Nine of Cups. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. ഈ ഒരു വ്യക്തി കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും അതെല്ലാം പുറത്ത് കാണിക്കാൻ മടിയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറവാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് സിക്സ് ഓഫ് വാൻസ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വ്യക്തി സമൂഹത്തിൽ നിലയും വിലയും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു നിലയിൽ എത്തിയ വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരിക്കാം. ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് മറ്റുള്ളവർ തൻ്റെ മൂല്യം തിരിച്ചറിയണം, റെക്കഗ്നീഷൻ കിട്ടണം എന്നുള്ളതൊക്കെയാണ്. ഇവിടെ നിങ്ങളോടുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെപ്പറ്റി വളരെയധികം സ്വപ്നം കാണുകയാണ് ഈ ഒരു വ്യക്തി കേട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം തുറന്നു പറയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഫാമിലി ലൈഫിന് അനുയോജ്യമായ ഒരാളാണെന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹം വളരെയധികം ജെനുവിനായിട്ടുള്ള സ്നേഹമാണ്. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷനായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അറിയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ, വാക്കുകൾ, നീക്കങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വ്യക്തി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു പേഴ്സൺ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളെ പറ്റി അറിയാനായിട്ട് വളരെയധികം ക്യൂരിയസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളോട് സ്നേഹം തുറന്നു പറയും മുൻപ് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ചതിന് ശേഷം അടുത്ത നീക്കം നടത്താമെന്നാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി അധികം തിരക്ക് കൂട്ടുന്നില്ല കാര്യങ്ങൾക്ക്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതിന് മുൻപ്
ആ ഒരു വ്യക്തി നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ടുള്ള തിരക്കിലാണ്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് ഈ ഒരു ബന്ധം ശരിയായി വളരാൻ ഇനിയും സമയം ആവശ്യമാണ് എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആയ ആളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, കോൺഫിഡൻസ് ലെവലും ഒക്കെ ഈ ഒരു വ്യക്തി ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ പഴയ ശീലങ്ങളെല്ലാം തന്നെ മാറ്റി പുതിയൊരു വ്യക്തിയായിട്ട് ഈ ഒരു പേഴ്സൺ മാറുകയാണ്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ വളരെയധികം സ്നേഹമുള്ള ആളാണ്, സ്നേഹിക്കാൻ അറിയാവുന്ന ആളാണ് എന്നുള്ളതാണ് കരുതുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സൗമ്യത ഈ ഒരു വ്യക്തിയെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം വിശ്വസിക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അവരുടെ ലൈഫിനെ പൂർണ്ണമാക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം എന്തായാലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡായിരുന്നു. ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്. അതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, നിങ്ങളെ പറ്റിയിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ക്ഷമ കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവരുടെ ആ ഒരു വിഷ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇനി യൂണിവേഴ്സിന് തരാനുള്ള ഗൈഡൻസും കൂടി നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് സോർഡ്സ്. ഇവിടെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ വളരെയധികം കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് യാതൊരു വ്യക്തതയും ഈ ഒരു സമയം കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. മേ ബി നിങ്ങൾ ലൈഫിൻ്റെ ഒരു ക്രോസ് റോഡിലായിരിക്കാം. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തിയുമായി ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. എന്തായാലും ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ആക്ഷൻ എടുത്ത് പോകാനായിട്ട് കഴിയൂ. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് എനിക്ക് ഇന്ന് ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നിയ ഒരു അട്രാക്ഷൻ അത് ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ പൊസസീവ്നെസ് ഒഴിവാക്കുക. വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക. ഈ ഒരു സമയം മൈൻഡിലെ ആ ഒരു കൺഫ്യൂഷൻ എല്ലാം മാറ്റി നിങ്ങൾ ഈ ഒരു സമയം ഒരു ഡിസിഷൻ എടുക്കുക.